തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയുടെ ഞെട്ടലിലാണ് കേരളത്തിലെ ഇടതുപക്ഷവും അവരുടെ ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങളും. ഇന്നും ആ തോൽവി അംഗീകരിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി 3.0 സ്വപ്നം കണ്ട് ഇറങ്ങിയ മാധ്യമങ്ങൾ ഇപ്പോൾ തോൽവിയെ വെളുപ്പിക്കാൻ നന്നെ പാടുപെടുന്നുണ്ട്. ഇതിനുമപ്പുറം 2026-ൽ UDF അധികാരത്തിലെത്തിയാൽ തങ്ങളെ പൂർണ്ണമായും അകറ്റി നിർത്തുമോ എന്ന പേടി മാധ്യമങ്ങളെ വലയ്ക്കുന്നുമുണ്ട്. റിപ്പോർട്ടർ TV, ഇടതുപക്ഷത്തിന്റെ സ്വന്തം കൈരളി എന്നീ ചാനലുകൾക്കാണ് തോൽവി വലിയ ക്ഷീണം സമ്മാനിക്കുന്നത്. കോർപ്പറേഷനുകളും നഗരസഭകളും തൂത്തുവാരാമെന്ന ചിന്തയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ മാധ്യമങ്ങൾ കോൺഗ്രസിനെയും UDF-നെയും കടന്നാക്രമിച്ചത്. എന്തായാലും തോൽവി പ്രതീക്ഷിച്ചതിലും വലിയ തിരിച്ചടി സമ്മാനിച്ചതോടെ കോൺഗ്രസ് നേതാക്കളുടെ നെഞ്ചത്തേക്ക് കയറാനുള്ള നീക്കമാണ് ഇപ്പോൾ ചാനലുകളിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വയനാട് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് T. സിദ്ദിഖ് MLA ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിലെത്തിയ കൈരളി ചാനൽ റിപ്പോർട്ടറും T. സിദ്ദിഖ് MLA-യും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമാണ് ഉണ്ടായത്. നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിയിലുള്ള അരിശം തീർക്കാൻ T. സിദ്ദിഖിന് നേരെ ചാടിയ കൈരളിയുടെ റിപ്പോർട്ടറിന് T. സിദ്ദിഖ് കണക്കിന് കൊടുക്കുന്നുണ്ട്. വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ് MLA-ക്കെതിരെ കൈരളി ചാനൽ ചാടിയത്. പിന്നാലെ കണക്കുകൾ നിരത്തിയാണ് T. സിദ്ദിഖ് കൈരളി റിപ്പോർട്ടറുടെ വായ അടപ്പിച്ചത്. നേരത്തെയും സമാന വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് MLA-യെ പ്രതിയാക്കാനുള്ള നീക്കമാണ് ഇടതുപക്ഷ ചാനലുകൾ നടത്തിയത്. അന്ന് മുന്നിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിനെ ചില ചോദ്യങ്ങൾ കൊണ്ട് T. സിദ്ദിഖ് വരിഞ്ഞു മുറുക്കിയിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ ഇക്കുറി തദ്ദേശം പിടിച്ചതിന്റെ ആത്മവിശ്വാസം സിദ്ദിഖിനുണ്ടായിരുന്നു. എന്തായാലും കൈരളിയും സിദ്ദിഖ് MLA-യും തമ്മിലുണ്ടായ വാക്കേറ്റത്തിന്റെ വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ഒരു മിനിറ്റ്. ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ആളുകളുടെ ദാരിദ്ര്യത്തെയും വിഷമത്തെയും ചൂഷണം ചെയ്യരുത്. അത് CPM ചൂഷണം ചെയ്തു. പറയട്ടെ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പറയട്ടെ ഒന്ന് ആദ്യം നിങ്ങൾ ചോദിക്കാനൊക്കെ ചോദിച്ചു. ഞങ്ങളെല്ലാം വഞ്ചിക്കുകയാണ്, ദുരന്തത്തെ ചൂഷണം ചെയ്യാനോ T. സിദ്ദിഖ് MLA അടക്കമുള്ളവർ ചെയ്തതെന്നതാണ്. മൂന്നാമത്തെ കാര്യം ചോദിച്ചത്, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പലരുടെയും വീട്ടിൽ ചെന്നുകൊണ്ട് വീട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ഇന്നലെ മുതൽ എന്നതാണ്. ഈ മൂന്ന് ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഒന്ന് കഴിഞ്ഞല്ലോ, ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, ആളുകളുടെ ദാരിദ്ര്യത്തെയും വിഷമത്തെയും ചൂഷണം ചെയ്ത് CPM ഓഫീസിലേക്ക് ആളുകളെ കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്തം CPM ജില്ലാ നേതൃത്വത്തിന് അവരുടെ പെർമിഷനോട് കൂടിയാ പോയത്. CPM അത്രയും അധപ്പതിച്ചോ? അത്രയും മോശപ്പെട്ട രീതിയിലേക്ക് വയനാട്ടിലെ CPM മാറിയോ? തെറ്റിതിരുത്തലായത്, കബളിപ്പിക്കപ്പെട്ട ആളുകളുടെ തെറ്റിതിരുത്തല. ആ തെറ്റിതിരുത്തൽ വീഡിയോ ഒറിജിനലായി വരികയാണ്. അതൊന്നും മാത്രമല്ല, ഇനിയും വരിക, സീരീസ് ഓഫ് വരിക. ഇനി 2, ഞാന് ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് വേണ്ടി പണം പിരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. 2, ഇനി വേറെ എന്താ ചോദിച്ചേ? അതിനൊന്നും ഒരു മിനിറ്റ് അല്ലല്ല ഒരു മിനിറ്റ് അതൊന്നും പറയണ്ട. അതിനൊന്നും മറുപടി അറിയിക്കുന്നത് വിട്ടേ. അദ്ദേഹത്തിന് മറുപടി പറയാനും ഞങ്ങളില്ല. കൂലിത്തല്ലുകാർക്കും വാടകയ്ക്കെടുത്ത ആളുകൾക്കും ആരും മറുപടി പറയും. അത് മറുപടി പറയില്ല. അത് വിട്ടെ. അതിനൊന്നും മറുപടി പറയുന്നില്ല. അത് ശൈലജ ടീച്ചർ അസംബ്ലി പറഞ്ഞതിനേക്കാളും വലുതൊന്നും എനിക്ക് പറയാനില്ല. ഏതാ? ഒരു സംശയമില്ലല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ഇതിന്റെ പിറകിൽ നടന്ന ഒരു ഉന്നതതല ഗൂഢാലോചന. ആ ഗൂഢാലോചനയിൽ എന്തൊക്കെയാണ് പരസ്പരമുള്ള സംസാരവും